പിൻട്രസ്റ്റ് കണ്ടു കഴിയുമ്പോൾ ചില സാധനങ്ങൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടില്ലേ? അതുപോലെ എനിക്കിഷ്ടപ്പെട്ടൊരു സാധനമാണ് ദേ ഈ ഫൗണ്ടെയിൻ. അത് ഉണ്ടാക്കി നോക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അതെന്തായാലും ആദ്യത്തെ ലോങ് വീഡിയോ അതങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതേപോലൊരു കാർഡ്ബോർഡ് ആദ്യമേ വെട്ടിയെടുക്കുക. സംഭവം ഇതിന് ഒരുപാട് വീതി വേണ്ട, പക്ഷെ അത്യാവശ്യം വെയിറ്റ് താങ്ങാൻ പറ്റുന്നതായിരിക്കണം. ഞാൻ എടുത്തേക്കുന്നത് ഒരു റെക്കോർഡിൻ്റെ കവറാണ്. ഞാൻ ഈ ഫൗണ്ടെയിൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ഫിഷ് ടാങ്കിൽ നമ്മളിടുന്ന കല്ലുകളില്ലേ, ദേ ആ കല്ലുകൾ കൊണ്ടാണ്. ഇനിയിപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ മുറ്റത്ത് നമ്മൾ ഇങ്ങനെ പാകി കൊടുക്കുകയല്ലേ കരിങ്കല്ലുകൾ, അതായാലും മതി. പിന്നെ കുറച്ച് ഷെല്ലും കൂടി എടുത്തിട്ടുണ്ട്. നല്ല രീതിക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഷെല്ല് വേണമെന്നില്ല, കല്ല് തന്നെ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി നമുക്ക് ആ വെട്ടിയെടുത്ത കാർഡ്ബോർഡിൻ്റെ സൈഡുകളിലായിക്കോ ഒരു ബോർഡർ പോലെ കല്ലുകൾ ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ അതിൻ്റെ മോളെയും ഇതേപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കല്ല് ഒട്ടിച്ചെടുക്കണം. ഒട്ടിക്കുന്ന ഭാഗം ഞാൻ എന്തുകൊണ്ടാണ് കാണിക്കാത്തതെന്ന് വെച്ചാൽ ഞാൻ വീഡിയോ എടുക്കുന്നത് സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ടാണ്. ഗ്ലൂ ഗൺ യൂസ് ചെയ്യണമെങ്കിൽ എനിക്ക് റൂമിനകത്ത് പോയിട്ട് വേണം അത് ചെയ്യാനായിട്ട്. അതുകൊണ്ട് ഒട്ടിക്കുന്ന ഭാഗങ്ങൾ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റില്ല, കാരണം അകത്ത് വെട്ടത്തിൻ്റെ ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. സിറ്റ് ഔട്ടിൽ ഇരുന്ന് വീഡിയോ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നാച്ചുറൽ ലൈറ്റിങ് കിട്ടും. അതുകൊണ്ടാണ് ഇവിടെ ഇരുന്നിട്ട് വീഡിയോസ് എടുക്കാൻ ഞാൻ നോക്കാറുള്ളത്. ഷെല്ലുകൾ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകംഭാഗത്തായിട്ട് ഇതേപോലെ നീല പെയിന്റ് അടിച്ചു കൊടുക്കണം. എന്തിനെന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, കുറച്ചുകൂടി ഒരു ഭംഗിക്ക്. ഇനിയിപ്പം ഗ്ലൂ ഗൺ യൂസ് ചെയ്യാത്ത ആൾക്കാരെന്തെങ്കിലെങ്കിൽ ഗ്ലൂ സ്റ്റിക്കായിട്ട് വാങ്ങാൻ കിട്ടും. സ്റ്റിക്ക് മാത്രം വാങ്ങിയിട്ട് അത് ഉരുക്കി ഒഴിച്ചാലും സംഭവം റെഡിയാക്കാം. ഞാൻ ശരിക്കും ആലോചിക്കാറുണ്ട് യൂട്യൂബിൻ്റെ ആൽഗോരിതം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന്. കാരണം നമ്മൾ കഷ്ടപ്പെട്ടൊരു സാധനം ഉണ്ടാക്കി വീഡിയോ ഇട്ടാൽ അതിനിറക്കി ചേരൂല, അതെവിടെയെങ്കിലുമൊക്കെ ചെന്ന് സ്റ്റക്കായി നിൽക്കും. അത് കാണുമ്പോൾ വല്ലാത്തൊരു വിഷമമാണ്. പക്ഷെ എന്നാലും എങ്ങനെയെങ്കിലുമൊക്കെ ഒരു മോട്ടിവേഷൻ ഉണ്ടാക്കിയെടുത്ത് എങ്ങനെയൊക്കെയാണ് വീഡിയോസ് ഇടുന്നത്. ഇന്നും അതേപോലെ ഒരു ഷോർട്ട് വീഡിയോ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചു വെച്ചിരുന്നത്. പക്ഷേ ഈ സാധനം ഉണ്ടാക്കാൻ കുറച്ചധികം ടൈം എടുത്തു. അപ്പം പിന്നെ എന്തിനാ വെറുതെ ഇതൊരു ഷോർട്ട്സ് ആക്കി ഇട്ട് കളയുന്നതെന്ന് വിചാരിച്ചിട്ടാണ് ഒരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് തീരുമാനിച്ചത്. എന്നെപ്പോലെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇതേപോലെ വിഷമിച്ചിരിക്കുന്ന കുറേ ആൾക്കാർ കാണും. അതേപോലെ തന്നെ യൂട്യൂബ് ചാനൽ പോലും തുടങ്ങാതെ അതിനുള്ള ധൈര്യം ഇല്ലാതെ ഇരിക്കുന്നവരും കാണും. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക. കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ പോട്ടെ. അത്ര സീരിയസ് ആയിട്ട് തന്നെ കാണാതിരുന്നു കഴിഞ്ഞാൽ വലിയ വിഷമമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ കുറച്ച് മോട്ടിവേഷനൊക്കെ മനസ്സിലിങ്ങനെ ആലോചിച്ചിരുന്ന് പെയിന്റ് അടിച്ചപ്പോഴേക്കും കാര്യം വേഗം കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കി നോക്കാം. പെയിന്റ് അടിച്ച ഷെല്ലിനകത്തോട്ട് നമുക്കിനി നമ്മുടെ ഗ്ലൂ ഉരുക്കി ഒഴിക്കാം. അത് വലിയ പാടുള്ള പരിപാടിയല്ല, പക്ഷെ നമുക്ക് ഇതേപോലെ ഒഴുകുന്ന രീതിയിൽ ആക്കിയെടുക്കാൻ ഇത്തിരി പാടാണ്. ഒരു 3 ഗ്ലൂ ഗൺ സ്റ്റിക്ക് എനിക്ക് തീർക്കേണ്ടി വന്നു ഈ ഒരു പരിപാടി ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം. ഇനി ഫൈനൽ ടച്ചപ്പിനായിട്ട് നമുക്ക് ഇതേപോലെ കുറച്ച് എന്തെങ്കിലും ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ്, പ്ലാസ്റ്റിക് ചെടികൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സൈഡിൽ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡെക്കറേഷൻസ് നമ്മുടെ ക്രിയേറ്റിവിറ്റിയിൽ ഉള്ളതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇതേ ഫൗണ്ടെയിൻ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? പിന്നൊരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മുടെ ആ കാർഡ്ബോർഡിൻ്റെ ഭാഗം കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടിയിലായിട്ട് ഇതേപോലെ ചെറിയ ചെറിയ കല്ലുകൾ കൂടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു സാധനം ഡെസ്ക് ഡെക്കോറായിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. ആരായാലും ചോദിച്ചു പോകും ഇത് എവിടെ നിന്നാ വാങ്ങിയെന്ന്. ചാനലിലെ ആദ്യത്തെ ലോങ് വീഡിയോ ആണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇതൊരു പുതിയ ചാനലാണെന്ന്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയാൻ മടിക്കണ്ട. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ പുല്ല് വെച്ചു കൊടുത്തത് ഇച്ചിരി ഓവറായോ എന്നെനിക്കൊരു സംശയമുണ്ട്. പക്ഷെ എന്നാലും പതിവ് പോലെ എൻ്റെ ക്രാഫ്റ്റ് എനിക്കിഷ്ടമായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇനി ഇതേപോലുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ദയവായി സപ്പോർട്ട് ചെയ്യുക. കാരണം സപ്പോർട്ടില്ലാതെ നമുക്കൊരു മോട്ടിവേഷൻ ഇല്ലല്ലോ. എനിക്കറിയാം എൻ്റെ വീഡിയോ ക്വാളിറ്റി ഇത്തിരി കുറവാണ് എന്ന്. അത് എന്താ പറയുക, നമ്മുടെ കയ്യിലുള്ള ഫോൺ കൊണ്ടാണല്ലേ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ കാരണം കൊണ്ട് ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.